നമസ്തേ. കുറച്ചു നാളുകൾക്ക് മുമ്പ് വടകരയിലെ ഒരു വിദ്യാലയത്തിൽ അതിന്റെ മാനേജർ ഒരു ഗണപതി ഹോമം നടത്തിയത് വളരെ വലിയ കുഴപ്പമായി ചിത്രീകരിക്കുകയും ഡിവൈഎഫ്ഐ മുസ്ലിം സംഘടനകളും വളരെ വലിയ സമരപരിപാടികൾ നടത്തുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം കായംകുളം മുനിസിപ്പാലിറ്റിയിലെ 43-ാം വാർഡിൽ സർക്കാർ ചെലവിൽ ആരംഭിച്ച ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടനം നടക്കുന്ന വേദിയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അവിടെ മുസ്ലിം നേതാക്കൾ നടത്തിയ ദുആ നമസ്കാരം നോക്കൂ. ഞങ്ങളോട് കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന നൗസർ നവാസ് സാഹിബ് അവർക്ക് എല്ലാ ഖൈറും ഇതിന്റെ പിന്നിലൂടെ ലക്ഷ്യം വെച്ച എല്ലാ ലക്ഷ്യങ്ങളും ഖൈറായ നിലക്കാക്കണം. ഒരു പരാജയവും നൽകല്ല. കുടുംബത്തിനും എന്നും സമാധാന സന്തോഷം നൽകണേ. വരുന്നവർക്കെല്ലാം സമാധാന സന്തോഷം നൽകണേ. കൊടുക്കണേ. മരണങ്ങൾ കാക്കണേ. ബാധ്യതകളില്ലാതെ എല്ലാം നീ ഏറ്റെടുത്ത് റാഹത്താക്കണേ. എല്ലാ ഹൈറിന്റെ വഴികളും തുറക്കണേ. എല്ലാ ഷർറിൽ നിന്നും അകറ്റണേ. നന്മക്കും ഭാഗ്യം നൽകണേ. സർവ്വ തിന്മകളിൽ നിന്നും മാറ്റണേ. അന്ന് അപാകതകൾ ജീവിതത്തിൽ വന്നതല്ല. സർക്കാർ ചടങ്ങിൽ ഇങ്ങനെ മുസ്ലിം മത ചടങ്ങ് നടത്തിയാൽ യാതൊരു തെറ്റുമില്ല. സ്വകാര്യ സ്കൂളിൽ ഗണപതി ഹോമം പാടില്ല. ഇതാണ് അൽ കേരളത്തിന്റെ നിലവിലെ അവസ്ഥ. ഹിന്ദുക്കൾക്കെതിരെ കുതിര കയറുകയും മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഈ കേരളത്തിലെ ഹൈന്ദവ സനാതന വിശ്വാസികളോടുള്ള വലിയൊരു വെല്ലുവിളിയല്ലേ? ചിന്തിക്കണം ഓരോ ഹിന്ദുവും. ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ 2018 മുതൽ രാജ്യത്ത് തുടങ്ങുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററുകൾ. അതിൻ്റെ ശാഖയാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടന്നത്. കായംകുളം നഗരസഭയിലെ 43-ാം വാർഡിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായത്. ഈ നഗരസഭ ഭരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ CPIM ആണ്. എന്ന് മാത്രമല്ല അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാനത്തിൻ്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി CPIM നേതാവ് കൂടിയായ ശ്രീമാൻ സജി ചെറിയാനായിരുന്നു. അതിൻ്റെ അധ്യക്ഷയായിട്ടുള്ളത് സ്ഥലം MLAയും CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീമതി പ്രതിഭയായിരുന്നു. അപ്പം അങ്ങനെ CPIM നേതൃത്വം നൽകുന്ന നഗരസഭയും CPIMൻ്റെ നേതാക്കന്മാർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൻ്റെയും ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. ആകെ പ്രത്യേകത ഈ 43-ാം വാർഡ് ഭരിക്കുന്നത് അവിടുത്തെ മെമ്പർ മുസ്ലിം ലീഗാണ് എന്ന് മാത്രമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിം ലീഗ് വിജയിച്ച വാർഡിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സ്ഥാനമൊന്നുമില്ലേ? അതോ അവിടെ ശരീഅത്ത് നിയമമാണോ നടപ്പാക്കിയിട്ടുള്ളത്? എന്തിനാണ് ഒരു സർക്കാർ പരിപാടിയിൽ ഇത്തരത്തിൽ ഒരു മതചടങ്ങ് നടത്തിയത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. ഇത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. ഭരണഘടന കുന്തവും കുടച്ചക്രവും ഒക്കെയാണ് എന്ന് പറയുന്ന അഭിപ്രായമുള്ള മന്ത്രി ആയതുകൊണ്ടാണോ ഭരണഘടനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ആ ചടങ്ങിൽ കൊടുക്കാത്തത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. CPIM ആണ്, ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന CPM ആണ്, ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് CPM ആണ്, മുഖ്യമന്ത്രി CPMൻ്റേതാണ്. അപ്പം അങ്ങനെ CPMൻ്റെ സർവാധിപത്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് ഇത്ര നഗ്നമായ ഒരു മതചടങ്ങ് അവിടെ നടത്തിയത്? അതിന് സജി ചെറിയാനും പ്രതിഭയും എന്തിനാണ് അതിന് കൂട്ടുപിടിച്ചത്? അവരുടെ മൗന അനുവാദത്തോടു കൂടിയാണ് ഇത്തരം ഒരു ചടങ്ങ് അവിടെ നടന്നിട്ടുള്ളത്. ഇത് ഒരു രീതിയിലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം. ഇതിന് മന്ത്രിയോ നേതാക്കന്മാരോ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് BJPയുടെ ആലപ്പുഴ ജില്ലാ ഘടകം നേതൃത്വം നൽകും.